നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. KGF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, DPC-CR സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക, 11ാം ശമ്പള കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷേമത്തിനു വേണ്ടി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ജില്ലാതല പ്രതിഷേധ സമരത്തിൻ്റെ മാർച്ചും ധർണയുടെയും ഉദ്ഘാടനമാണ് മിനി സിവിൽ സ്റ്റേഷൻ്റെ വാതിക്കൽ വെച്ച് ANTUC ഇടുക്കി ജില്ലാ ട്രഷറർ ബഹുമാന്യനായ PP ജോയ് ശക്തമായ ഭാഷയിൽ തന്നെ ഇടതുപക്ഷം ജനപക്ഷമാണെന്ന് സർക്കാർ കൊടുത്തിരിക്കുന്ന വാക്കു പാലിക്കണമെന്നും ഇനിയുള്ള കാലമെങ്കിലും നോക്കുകുത്തി ആകരുതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. KGF ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആനന്ദ് വിഷ്ണു അധ്യക്ഷത വഹിച്ചു. ഈ സമരത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നത് തന്നെയാണ് 11ാം ശമ്പള പരിഷ്കരണത്തിലെ ആ പോരായ്മകൾ. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കാണിക്കുന്ന അമാന്തം അവസാനിപ്പിച്ച് ഗവൺമെന്റ് ടെക്സ്റ്റൈൽ ഷോപ്പിലെ പ്രതിഭ കണക്ക് ഗവൺമെന്റ് ഇരിക്കാൻ പാടില്ല. ഇത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല, ഇത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അല്ല. ആ ഗവൺമെന്റിന് ഇരിക്കാം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ പ്രതിഭ കണക്ക് അവർക്കിരിക്കാം. കൈയുണ്ടോ? ഉണ്ട്. ചലിക്കുവോ? ഇല്ല. കാലുണ്ട്? ഉണ്ട്. ചലിക്കുവോ? ഇല്ല. തലയുണ്ട്, അതിനകത്ത് തലച്ചോറില്ല. മനുഷ്യന്റെ രൂപത്തിലുള്ളൊരു പ്രതിമ കണക്കിരിക്കുന്നത് പോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട്. ഗവൺമെന്റ് ഇരിക്കാൻ പാടില്ല. ഗവൺമെന്റ് ജീവനക്കാരോട് പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണം എന്നാണ് ഈ സമരത്തിലൂടെ വളരെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു മുദ്രാവാക്യം. മറ്റൊരു മുദ്രാവാക്യം എന്താണ്? ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കണം. DA കുടിശ്ശിക നമ്മുടെ അവകാശമല്ലേ? നമ്മുടെ അവകാശമാണല്ലോ അത്. കാലാകാലങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വില സൂചിക പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ക്ഷാമബത്ത ഉയരുന്നതും താഴുന്നതും. വിലക്കയറ്റം രൂക്ഷമല്ലെങ്കിൽ ക്ഷാമബത്ത പട്ടിക സൂചി താഴെ പോരും. എന്നാൽ ക്ഷാമബത്ത ഉയർന്നു നിൽക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് എത്ര ശതമാനമാണ് DA കുടിശ്ശിക കിട്ടേണ്ടത്? 21% നമുക്ക് കിട്ടേണ്ടത്. എന്നാൽ കുറച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ഭാഗമായി അവതരിപ്പിച്ചപ്പോൾ 2% ക്ഷാമബത്ത നമുക്ക് തരാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പോയിട്ട് 19% ഉണ്ട്. ഇപ്പൊ എത്രയാ കിട്ടുന്നത്? 9 കിട്ടുന്നുണ്ട്. 9 നമുക്ക് കിട്ടുന്നത് അല്ലേ? ഡോക്ടറെ, അതാണെന്ന് കണ്ടുപിടിക്കാൻ പാഴൂർ പഠിക്കൽ പോയി കബഡി നിരത്തേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റും. അപ്പോൾ ക്ഷാമബത്ത കുടിശ്ശിക തീർത്തു കൊടുക്കണം. അത് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ന് കാലാകാലങ്ങളിൽ ഭംഗിയായി നടക്കുന്നില്ല. നിങ്ങളുടെ പ്രൊമോഷൻ നമ്മുടെ അവകാശമാണല്ലോ അത്. അതിന് കാലകരണപ്പെട്ട ചില പരിഷ്കാരങ്ങൾ, ആ കാലകരണപ്പെട്ട പരിഷ്കാരങ്ങളെ കാലോചിതമായി മാറ്റം വരുത്തി അത് നമ്മുടെ സാധാരണക്കാരന് ഗുണകരമാവുന്ന തരത്തിലേക്ക് മാറ്റി അവരുടെ DPC കൂടുന്നില്ല. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് ആൻഡ് ക്യാമറ തൊടുപുഴയിൽ നിന്നും KK വിജയൻ.